ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ചെറിയൊരു ട്രിക്സ് വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരുന്നത്. ഒരു ബൈക്ക് ഫ്രീ ആയിട്ട് എങ്ങനെ പോളിഷ് ചെയ്യാം, അല്ലെങ്കിൽ ചിലവൊന്നുമില്ലാതെ എങ്ങനെ പോളിഷ് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ചെറിയൊരു സിമ്പിൾ വീഡിയോ ആണ്. ഞാൻ എൻ്റെ ഈ ബൈക്കിൽ പരീക്ഷിച്ച് സക്സസ് ആയ അതുകൊണ്ടാണ് നിങ്ങൾക്ക് മുന്നിൽ അത് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നു. കൂടുതൽ ബെൽ ബട്ടൺ നിൽക്കുകയാൽ എൻ്റെ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഫോൺ ലഭിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രണ്ട്സാക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ആ വീഡിയോ കാണാം. നമ്മൾ ആ ട്രിക്സ് ഉപയോഗിച്ചിട്ടുള്ളതും ഉപയോഗിക്കുന്നതിന് മുമ്പുള്ള ബൈക്കിൻ്റെ അവസ്ഥയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇനി അത് വിശദമായിട്ട് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ പോളിഷ് അത് വിശദമായിട്ട് കാണിച്ചു തരാം. പോളിഷ് ചെയ്യുന്നതിന് മുമ്പ്, പോളിഷല്ല, നമ്മൾ ആ ചെറിയൊരു ട്രിക്സ് ചെയ്യുന്നതിന് മുമ്പുള്ളൊരു ബൈക്കിൻ്റെ അവസ്ഥയാണിത്. കണ്ടില്ല, ഫുള്ള് ചളിയും കാര്യങ്ങളും ഇതൊക്കെയാണ് ഇതിമുള്ളത്. ഡെയിലി റൈഡിങ് ഉള്ളതുകൊണ്ട് കേൾക്കാനൊരു ഒഴിവ് കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചളിയും ഇതൊക്കെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പരിപാടി തുടങ്ങാം. എന്താണെന്നുള്ളത് നോക്കാം. അപ്പം ഇതാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നൊരു സാധനം. എന്തെന്ന് വെച്ചാൽ നമ്മളെ ബൈക്കിൻ്റെ എഞ്ചിൻ ഓയിൽ ഒഴിവാക്കി, അല്ലെങ്കിൽ കാറിൻ്റെ ഒക്കെ എഞ്ചിൻ ഓയിൽ ഉണ്ടല്ലോ, ആ ഒരു പരിപാടിയാണ് ചെയ്യുന്നത്. എഞ്ചിൻ ഓയിലും കുറച്ച് ക്ലോത്തും വെച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് തുടക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആകെ ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിമേ. ഇത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, എൻ്റെത് ഇത് പഴയ മോഡലാണ്, ഞാൻ മാക്സിമം യൂസ് ചെയ്തൊരു മോഡലാണ്. അതുകൊണ്ട് എനിക്ക് ഇതിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും എനിക്കൊന്നും വരാനില്ല. നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് സൂക്ഷിക്കണം എന്ന് പറയുന്നു. വണ്ടിക്ക് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ദയവ് ചെയ്ത് എന്നെ കുറ്റം പറയരുത്, അതിന് വേണ്ടിയിട്ട് പറയാണ്. പക്ഷെ ഈ വൈറ്റ് കളറിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളൂ, അല്ലാതെ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇനി യൂസ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ കുറച്ച് നമ്മൾ ആ വേസ്റ്റ് ക്ലോത്തിലേക്ക് നമ്മൾ ആ എഞ്ചിൻ ഓയിൽ ഒഴിക്കുന്നു. ഓക്കെ, ഇനി നമുക്കിത് ബൈക്കുമ്പോൾ തുടക്കാം. ഒരു ഗ്ലൗസ് യൂസ് ചെയ്തുകൊണ്ട് കേട്ടോ, ഏറ്റവും നല്ലത് അതാണ്. ബൈക്കുമ്പോൾ തുടക്കുന്നു. കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ആയിട്ട് പറയാണ്, നിങ്ങളുടെ വണ്ടിയിൽ പുതിയ വണ്ടിയൊക്കെ ആണെങ്കിൽ മാക്സിമം ചെയ്യാതെ വെക്കുക. പക്ഷെ ഇങ്ങനത്തെ ഈ ഫൈബർ പ്ലാസ്റ്റിക് പാർട്സുകളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പരീക്ഷിക്കുക, കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് ആക്റ്റീവ നമ്മൾ സ്കൂട്ടേഴ്സിലൊക്കെ ഉണ്ടാവും, നമ്മൾ മീറ്റർ ബോർഡ് വരുന്ന ഡാഷ്ബോർഡ്, ആ ഭാഗമൊക്കെ പെട്ടെന്ന് നരയ്ക്കാൻ തന്നെ ചാൻസ് ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ, അത് ബ്ലാക്ക് കളറാണ്, കുഴപ്പമില്ല. അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ തേച്ച് കൊടുക്കുന്നു. നമുക്കിനി നോക്കാം. ഞാൻ പറഞ്ഞില്ല, ഞാൻ യൂസ് ചെയ്യുന്നത് എഞ്ചിൻ ഓയിൽ യൂസ് ചെയ്ത വേസ്റ്റ് എഞ്ചിൻ ഓയിലാണ്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ടിപ്സ് വരുന്നത്. നിങ്ങൾക്കത് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഏകദേശം ഫുള്ളായിട്ട് നമ്മൾ ഓയിൽ, ആ വേസ്റ്റ് എഞ്ചിൻ ഓയിൽ നമ്മൾ ബൈക്കിൻ്റെ എല്ലാ സ്ഥലത്തും തേച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, കണ്ടില്ലേ, കംപ്ലീറ്റ് സ്ഥലത്തും ഞാൻ തേച്ചിട്ടുണ്ട്. സൈലൻസിൻ്റെ ഒരു ഇത് എനിക്ക് എത്താൻ കഴിയുന്ന സ്ഥലത്തൊക്കെ ഞാൻ തേച്ചിട്ടുണ്ട്. മെയിൻലി ഞാൻ ഫോക്കസ് ചെയ്തതും ഈ വൈസർ കാര്യങ്ങൾ അവിടെയൊക്കെയാണ്, അതേ പോള, മഡ്ഗാർഡ്. ഓക്കെ, ഇവിടെ ഈ ഭാഗങ്ങളാണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ട അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, നല്ല വേസ്റ്റ് ക്ലോത്ത് എടുത്തിട്ട്, ഗ്രീസ് ആവാത്ത, നമ്മൾ നേരത്തെ ഗ്രീസ് അല്ല, എഞ്ചിൻ ഓയിൽ ആവാത്ത നല്ല ക്ലോത്ത് എടുത്തിട്ട് നമുക്ക് ആ തേച്ച ഭാഗമൊക്കെ ഒന്ന് ശരിക്കൊന്ന് തുടച്ചെടുക്കാം. ഓക്കെ, അതിലങ്ങനെ കിടക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ എഞ്ചിൻ ഓയിൽ അങ്ങനെ കിടക്കാൻ പാടില്ല. അപ്പോൾ സ്മെല്ലും അതേപോലെ നമ്മളെ ഡ്രസ്സിലൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ തുടച്ച എല്ലാ സ്ഥലത്തും ആ വേസ്റ്റ് എഞ്ചിൻ ഓയിൽ തുടച്ച എല്ലാ സ്ഥലത്തും നമ്മൾ ഈ നല്ല തുണി ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുന്നു. അപ്പോൾ നോക്കാം നമുക്ക്.
അപ്പോൾ ഇതേ നമ്മുടെ വർക്ക് കഴിഞ്ഞു, കണ്ടില്ലേ? സാധനം പൊളിയായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഞാൻ ഫസ്റ്റ് ഈ വീഡിയോ തുടങ്ങുന്ന സമയത്ത് ഞാൻ ഇട്ടിരുന്നു ഇത്, ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പുള്ളത് എങ്ങനെയാണെന്നുള്ളൂ. ഇപ്പോഴത്തെ കണ്ടീഷനും നോക്കി നോക്കൂ. സംഗതി ഉഷാറായിട്ടുണ്ട്, സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്ന സമയത്ത് കുഴപ്പമൊന്നുമില്ല. ട്രൈ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല, പുതിയ വണ്ടിമേലൊന്നും മാക്സിമം ചെയ്യാതിരിക്കാൻ നോക്കുക. 20 ആവറേജ് ഇപ്പം ഈ ഒരു 2020 ആയപ്പോഴേക്കും ഇത് 10 വർഷത്തെ പഴക്കമുണ്ട്. ഡെയിലി റണ്ണിങ് ഉള്ളൊരു വണ്ടിയായതുകൊണ്ട് ഞാൻ ഇതിന്മേൽ പരീക്ഷണം നടത്തിയത്. ആ ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. ഓക്കെ, പൊളിച്ചിട്ടോ. അപ്പോൾ സംഗതി ഉഷാർ തന്നെയാണ്. നമുക്കിനി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സ്റ്റാർട്ടായി, കുഴപ്പമൊന്നുമില്ല ഇല്ലല്ലേ? യാതൊരു പ്രോബ്ലം മൂപ്പർക്കില്ല. ഓക്കെ, അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.